നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപയുടെ നിക്ഷേപം ഉണ്ടെന്ന് കരുതുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുടെ നിക്ഷേപത്തിനും പ്രത്യേകിച്ച് പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. എത്ര തുകയുടെ നിക്ഷേപം വേണമെങ്കിലും നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നടത്താൻ സാധിക്കും. ഇവിടെ പുതിയ നിക്ഷേപത്തിന്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പുതുതായി 10 ലക്ഷം രൂപയോ അതിൽ കൂടുതൽ തുകയോ നിക്ഷേപം നടത്തുകയാണെങ്കിൽ ആ വിവരം ആ ബാങ്ക് അല്ലെങ്കിൽ ആ ധനകാര്യ സ്ഥാപനം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങളായി നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ കിടപ്പുണ്ട് എങ്കിൽ അത്തരമൊരു നിക്ഷേപം ഈ ഒരു പരിധിയിൽ വരുന്നതല്ല. കാരണം ആ ഒരു നിക്ഷേപം ആ സാമ്പത്തിക വർഷത്തിൽ പുതുതായി നടത്തിയത് അല്ലാത്തതിനാൽ തന്നെ ഇതിന്റെ ഒരു പരിധിയിൽ, ഈ ഒരു പരിധിയിൽ അത് വരുന്നതല്ല. ഇതിൽ നിന്നും ഒരു വ്യക്തിക്ക് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ അയാൾക്ക് ഇഷ്ടമുള്ള തുക നിക്ഷേപിക്കാൻ കഴിയും. അത് 10 ലക്ഷം രൂപയോ അതിൽ കൂടുതൽ തുകയോ അയാൾക്ക് നിക്ഷേപിക്കാം. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ സേവിങ്സ്